KSRTC ഡിപ്പോയിൽ ബസ് അപകടം, യാത്രക്കാർക്ക് പരിക്ക്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട KSRTC ഡിപ്പോയിൽ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലെത്തി തുടർന്ന് മായത്തേക്ക് സർവീസ് നടത്താനിരുന്ന KSRTC ബസ്സാണ് നിയന്ത്രണം വിട്ട് യാത്രക്കാർ കാത്തിരുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറിയത്. ഡിപ്പോയിലെ സിമന്റ് ബാരിക്കേഡിൽ ബസ് ഇടിച്ചതിനാലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പൂർണ്ണമായി കയറിയെത്താതിരുന്നത്. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. ഇതോടെ ചില്ലിന്റെ കഷ്ണങ്ങൾ കാത്തിരിപ്പ് കേന്ദ്രത്തിലുണ്ടായിരുന്ന യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിച്ചു വീണു. സ്റ്റാൻഡിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും വണ്ടി പുറകോട്ട് എടുത്തിട്ട് വീണ്ടും വന്ന് സ്പീഡിൽ വന്ന് തെറിച്ചതുപോലെ വന്ന് ഇടിച്ചങ്ങനെ ചില്ലല്ല. നമ്മളെല്ലാം മായ ബസ്സിന് പോവാതിരിക്കണതാണ്. മായ ബസ്സിന് ഓടിപ്പോയപ്പോൾ ഈ ചില്ല് തെറിക്കണാണ്ടല്ല ശരിക്കാളുണ്ടായിരുന്നു. ആരെയും പുറത്തുനിന്ന് വീണോ? ആരെയും പുറത്തുനിന്ന് വീണതാണ്. വെള്ളം മേടിക്കാനായിട്ട് പോയപ്പം തിരിഞ്ഞത് വീഴുന്നു. അപ്പം ആൻറ്റി അവിടെ കൂടെ പോയതാണ്. ആൻറ്റിയുടെ കയ്യിലിടിച്ച് കാലിൽ കുപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ആൻറ്റി ആ സൈഡിൽ കൂടെ പോയി. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് നോക്കുന്നത്. ഞാൻ അവിടെ ജസ്റ്റ് നിന്നതാണ് വണ്ടി ബസ് വരുമെന്ന് പറഞ്ഞു. ഞാൻ അമ്മയുടെ നിന്ന് പറഞ്ഞിട്ട് വെള്ളം മേടിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം നടന്നത്. അപകടത്തിനിടെ ബസ് സമീപത്തെ തൂണിലും ഇടിച്ചതോടെ അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡ് ഇളകി യാത്രക്കാരുടെ ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ഇതിൽ ഒരാളുടെ കൈക്ക് സാരമായ പരിക്കേറ്റു. മറ്റു ചിലർക്ക് നിസാര പരിക്കേറ്റതായാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയിലെത്തി തുടർന്ന് മായം ബോർഡ് വെച്ച് സർവീസ് നടത്താനിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് തകരാറാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തെ തുടർന്ന് ഡിപ്പോയിൽ പരിഭ്രാന്തി പടർന്നെങ്കിലും വലിയ ദുരന്തം ഒഴിവായത് സിമന്റ് ബാരിക്കേഡിൽ ബസ് തട്ടി നിന്നതിനാലെന്നാണ് വിലയിരുത്തൽ. അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.